അപ്പോൾ കുമ്പസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റുപറയുന്നൊരു കാര്യമാണ്, ഈശോയെ നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, എന്നിട്ട് എനിക്ക് തരുന്ന അനുഗ്രഹമാണ് പ്രസാദപരം. അത് ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളെയും രക്ഷപ്പെടുത്താൻ കഴിയുന്നതാണ്. അതെനിക്ക് ബോധ്യം വന്നിട്ടുള്ളൊരു സംഭവമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ കഥ പറയുന്ന ഭാഗത്ത് ധൂർത്തപുത്രനൊരു പാപം ചെയ്തെങ്കിലും തിരിച്ചു വന്ന് അത് ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അയാൾക്കൊരു ആത്മീയമായ അനുഭവം മാത്രമല്ല, നമ്മളൊക്കെ വിചാരിക്കുന്നത് കുറച്ച് ഭക്തർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുമ്പസാരം, നമ്മളെ കൊണ്ടൊന്നും പറ്റുകയില്ല, നമ്മൾ കുറച്ച് ലോകത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് അതെങ്ങനെ നടക്കാനാണ്. പക്ഷേ കുമ്പസാരം കഴിഞ്ഞാൽ ആത്മീയമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല ഭൗതികമായ അനുഗ്രഹങ്ങളും കിട്ടും. അതുകൊണ്ടാണ് ധൂർത്തപുത്രന് വളരെ പ്രതീകാത്മകമായിട്ട് വസ്ത്രം, ചെരിപ്പ്, ഭക്ഷണം, വീട്ടിൽ വലിയ വിരുന്ന്, അതിൻ്റെ കൂടെ സമാധാനം, സ്വസ്ഥത, ഇതെല്ലാം കിട്ടുന്നത്. അതൊക്കെയല്ലേ നമുക്ക് വേണ്ടത്, ഭൗതിക അനുഗ്രഹങ്ങൾ. അതും ആഗ്രഹിച്ചല്ലേ നമ്മൾ പലരും വന്നിരിക്കുന്നത്. ജോലി, കുഞ്ഞ്, വിവാഹം, കടബാധ്യത മാറണം, വീട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ കുമ്പസാരത്തിലൂടെ ഒരു സമഗ്ര വിമോചനം നൽകാൻ ദൈവത്തിന് സാധിക്കും. കാരണം കുമ്പസാരത്തിലൂടെ ഈശോയുടെ മരണത്തെ നമ്മൾ ഏറ്റുപറയുകയാണ്. അതൊരു നിസ്സാര കാര്യമായി പരിഗണിക്കാതെ അതിന് വില കൊടുക്കുകയാണ്.